നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. നമ്മളെല്ലാവരും സ്നേഹം ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതേപോലെ നമ്മളെ എല്ലാവരും സ്നേഹിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം, അതേപോലെ ഒരു വാലിഡേഷൻ കൊടുക്കണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരുടെ മനസ്സിലും നമുക്കൊരു പ്രയോറിറ്റി വേണം എന്ന് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലാവുമ്പോൾ അതിലേറെ സന്തോഷമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിക്കപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നമുക്ക് വലിയൊരു സ്ഥാനമുണ്ടാവാം. എങ്കിലും നമ്മളൊന്നും അല്ല എന്നൊരു ഫീലിംഗ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു കുറവുകളുണ്ട് എന്ന് സ്വന്തം മനസ്സിനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു കോംപ്ലക്സിൽ നടക്കുന്ന, അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടബോധത്തോടെ നടക്കുന്ന, ഞാനൊരു ഇൻകംപ്ലീറ്റ് ആണ് എന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകളെങ്കിലും നമുക്കിടയിലുണ്ട്. ഇത്തരം വ്യക്തികളിൽ അവനവനെക്കുറിച്ച് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മ, അവനവനെക്കുറിച്ച് അവനവന് തന്നെ ഒരു നല്ല ഒരു പ്ലസൻറ്റ് പോയിൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്നുണ്ട്. അതായത് എല്ലാത്തിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് ഒരു ദുഃഖത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ലൈഫ്, ഒരു മുഖം നമുക്ക് അവരിൽ നോക്കിയാൽ, അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സൈക്കോളജിയിൽ ഇതിനെ പറയുന്നത് ഇമോഷണൽ ബ്ലോക്ക് എന്നാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും അവർക്ക് വേണ്ട പരിഗണനയും സ്നേഹവും റെസ്പെക്റ്റും എല്ലാം കൊടുത്തിട്ടും അവരെന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അവരുടെ മനസ്സ് തന്നെ അവരോട് പറയുന്നത്? അവരാദ്യം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കാനും സ്വന്തം വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടാനും അവനവൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. നമ്മളെ തന്നെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. അതിനുശേഷമേ പുറത്തു നിന്നുള്ള ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം എനിക്ക് ഓക്കെ ആണോ, കംഫർട്ടാണോ ഞാൻ അതിൽ നിന്ന് തോന്നണമെങ്കിൽ, അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളാദ്യം നമുക്ക് തന്നെ ഒരു റെസ്പെക്റ്റും വാലിഡേഷനും നമ്മളെ തന്നെ സ്നേഹിക്കാനുള്ളൊരു മനസ്സും നമുക്ക് വേണം. ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹത്തോടെ റെസ്പെക്റ്റോടുകൂടെ കാണാനും അവരുടെ തിരക്കുകളും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും വേവലാതികളും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നുള്ളൂ. നമ്മൾ ഓക്കെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളോട് ഓക്കെ ആണ് എന്ന്, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, പരിഗണിക്കുന്നുണ്ടെന്ന് ഒക്കെ തോന്നുകയുള്ളൂ. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ എവിടെയും ഒരു സമൂഹത്തിൻ്റെ മുന്നിലായിക്കോട്ടെ, ഒരു ഫാമിലിയിലായിക്കോട്ടെ, ഒരു നിഴൽ പോലെ മാറി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. എവിടെയും നമ്മളൊന്നും അല്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ ഉണ്ട്, നമുക്ക് ചുറ്റും ഒരുപാട് കഴിവുകളുണ്ട്. എന്നാൽ ഒതുങ്ങി കൂടുന്നവരാണ് അവരെല്ലാം. അവരിലെല്ലാം ഒരുപാട് സ്പാർക്കിംഗ് കഴിവുകളുണ്ട്. ആ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവരിൽ തന്നെ ഒരു കോംപ്ലക്സ് ഉണ്ട്. ഞാനിത് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുമോ, എനിക്ക് ഒരു വില തരുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അത്തരം വ്യക്തികളുടെ മനസ്സിലുണ്ടാവും. ഇവർ എത്ര തന്നെ ആരൊക്കെ സ്നേഹിക്കപ്പെട്ട് കഴിഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല, അതിൽ അവർ സംതൃപ്തരുമാവില്ല. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ട് അവരെ തന്നെ മറയ്ക്കാൻ ശ്രമിക്കുകയാണത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റാണ് എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ഒരുപാട് നെഗറ്റീവ്സുകളുടെ കൂടിച്ചേരുകയാണ് അവർ ചെയ്യുന്നത്. അത്തരം വ്യക്തികൾക്ക് മാനസികമായ ഒരു സംതൃപ്തി ഒരിക്കലും ലഭിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനഃപൂർവ്വം അത് വേണ്ട എന്ന് കരുതി ആ ഒരു സ്വഭാവത്തിലൂടെ അങ്ങനെ ആ ചാനലിലോട്ട് പോവുകയാണ്. പക്ഷേ നമ്മളെ ഒരാൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര പരിഗണനയും റെസ്പെക്റ്റും ഒക്കെ ഫാമിലിയിലും സമൂഹത്തിലും ഒക്കെ തരുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ തന്നെ വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ്, നമ്മളെ തന്നെ സ്നേഹിക്കപ്പെടുമ്പോഴാണ്. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ സ്നേഹവും നമുക്ക് സ്നേഹമായും സംരക്ഷണമായും സന്തോഷമായും ഒക്കെ തോന്നുള്ളൂ. അത്തരം ഒരു വ്യക്തികളായിത്തീരാൻ ആരിലും ഒരു
100% പെർഫെക്റ്റായ ഒരു വ്യക്തികളും ഇല്ലെന്നും നമ്മളിലൊക്കെ കുറ്റങ്ങളും കുറവുകളും ഒരുപാടുണ്ടെന്നും എന്നാൽ നമ്മളിലൊക്കെ ഒരുപാട് സൗന്ദര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നും കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നും സ്നേഹിക്കപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നും കരുതി മുന്നോട്ട് പോവുക. നമ്മളിലുള്ള കഴിവുകൾ എത്ര പ്രായമായാലും കൊച്ചുകുട്ടികളാണെങ്കിലും നമ്മളത് പുറത്തെടുത്ത് വികസിപ്പിക്കാൻ ശ്രമിക്കുക. ആരും അറിയപ്പെട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താനും നമുക്ക് നമ്മളോട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുമുള്ള ഒരവസരമായി നമ്മുടെ ഈ മനോഹരമായ ലോകത്തിൽ നമുക്ക് കിട്ടിയ ഈ ജീവിതം കൊണ്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത്. എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടണമെന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എല്ലാം എനിക്ക് വരുമാനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ചില പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ ഒക്കെ സഹായിച്ചാൽ അത് തന്നെയാണ് ആരോഗ്യത്തോടു കൂടെ ജീവിക്കുക എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മരണം വരെ നമ്മൾ ആരോഗ്യത്തോടു കൂടെ ജീവിക്കുക എന്നാണ്. ആരോഗ്യത്തോടു കൂടെ നമ്മുടെ ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശാരീരികമായിട്ടുള്ള സുഖം മാത്രമല്ല, മാനസിക സുഖം കൂടെയാണ്. അപ്പോൾ മാനസിക സുഖം ലഭിക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കുന്നത്. മനസ്സ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ മനസ്സ് ശരീരവും മനോഹരമായി തീരുകയുള്ളൂ. അതാണ് നമ്മളിൽ മറ്റുള്ള ഏത് വ്യക്തികൾ നമ്മളെ എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ചിരിയോടുകൂടി അതിനെ തള്ളിക്കളയാനുമുള്ള ഒരു ആത്മധൈര്യം കിട്ടുന്നത് എനിക്ക് എന്നിലുള്ള സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തിയെന്ന് കരുതുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം കഴിവുകളും സ്വന്തം മനോഹാരിതകളും കണ്ടെത്തി സന്തോഷകരമായൊരു ജീവിതം നയിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.